ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പം കൊച്ചിയിൽ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഒരു കഫേ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞ സ്ഥലം, നമ്മുടെ അഭിരാമി സുരേഷിൻ്റെത്. ഞാൻ അമ്മയായിട്ട് വന്നത്. അപ്പോൾ നമുക്കിത് അവിടെ നോക്കിക്കാൻ കുറച്ച് തൃശ്ശൂർ ബഡീസ് ഉണ്ട്. അവന്മാർ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസൊക്കെ ഇട്ട് ഇതാവുന്നതാണ്. അപ്പോൾ അവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചുമ്മാ അപ്പോൾ രണ്ടൊന്ന് റീൽസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പ്ലാൻ ചെയ്യുവാണ്. പക്ഷെ നൈസാട്ടെ, ഈ സ്പോട്ടൊന്ന് കാണിച്ചു കൊടുത്തേക്കും. ഒരു കായലിൻ്റെ സൈഡിൽ ഉള്ള ഒരു കഫേ. ഉള്ളിലൊക്കെ നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കുറച്ചും കൂടെ നൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ സാധനമൊക്കെ കിട്ടും. ഇഷ്ടപ്പെട്ടോ അമ്മ സ്ഥലം? അടിപൊളി സ്ഥലം. ബാക്കി എന്തെങ്കിലും നമുക്ക് കാണാം. കുറേ ആൻറ്റിമാരൊക്കെ വന്ന് റീൽസൊക്കെ എടുക്കുന്നുണ്ട്, ഡാൻസൊക്കെ. അവർക്ക് റീൽസ് പ്രാക്ടീസ് ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവരെയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ടീംസ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇവരാണ് ഞാൻ പറഞ്ഞവർ. ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ടാ പറഞ്ഞോടുക്ക് പേര് പറ. എന്റെ പേര് അറിയില്ലല്ലേ? കറക്റ്റ് പറയും. അപ്പോ മല്ലു റാപ്പർ ദീപക്, കമോൺ. എല്ലാരും വന്നു. ഇവരൊരു ടീമായിട്ടാണ് കേട്ടോ. ഇവരുടെ ഒരു റീൽസ് ഉണ്ട് കേട്ടോ, ഭയങ്കര വൈറൽ. അത് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഇവരുടെ പേജൊക്കെ കണ്ടതും. ഒന്ന് കാണിച്ചു കൊടുക്കാം ലൈവ്. അതെ, ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഈ മറ്റേ സാധനമൊക്കെ കാണിക്കണേ. കുഴപ്പമില്ല, ഇപ്പൊ ഉള്ള പോലെ കോമഡിയാണ്. കണ്ടോ? അത് കുറച്ച് ബാക്കിൽ എടുക്കും. നീ തുടങ്ങാ പറഞ്ഞല്ലേ? ഹായ് ഗായ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഇതെന്താ തിന്നാൻ? ഞാൻ പറയും പാലർജി തരണം. അല്ല, ഇത് പാലർജി. ഇവർ ആക്ച്വലി തൃശ്ശൂരാണ് കേട്ടോ. ഇവരുടെ സ്ഥലം തൃശ്ശൂരല്ലേ? തൃശ്ശൂരിൽ നിന്ന് ഇവിടെ കൊച്ചി, കുമ്പളങ്ങി, പനങ്ങാട് ഇവിടെ വന്നതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തതാണ്. അതെ, എന്തായാലും മീറ്റ് ചെയ്ത് സന്തോഷമായി. അതെ, നൈസ് ടു മീറ്റ്. കാണാൻ വേണ്ടി മാൻ സെറ്റ്. അപ്പൊ ഇവിടേക്ക് ഫുഡ് കഴിക്കാൻ വെറുതെ ഇറങ്ങിയാണോ? ആ, ചുമ്മാ ഒന്ന് ഇവിടെ അമ്മയുടെ ചേച്ചിയുടെ വീട് ഇവിടെയാണ്. അപ്പൊ ആന്റീനെ കാണാൻ വേണ്ടി വന്നപ്പോ ചുമ്മാ ഒന്ന് വന്നതാ. സെറ്റ്. എന്തായാലും നിങ്ങൾ വീഡിയോ എടുക്കാൻ വന്നതാണ്. ഞങ്ങൾ ജസ്റ്റ് ഫുഡ് കഴിച്ചു. ഇത് കഫേ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ എന്തായാലും അമ്മയും ഉണ്ട്. അപ്പൊ സന്തോഷം. നമുക്ക് റീൽ കൊടുത്താലോ? പിന്നെ ഞങ്ങള് കുറച്ച് എന്തായാലും റീൽസും കുറച്ച് കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിച്ചൊരു വീഡിയോ അല്ലേ? എങ്ങനെ ഇങ്ങോട്ടുണ്ട്. മറ്റേ സാധനം കിട്ടി. പറഞ്ഞല്ലേ? നീ കൊടുക്കേ. ഓക്കെ. ഹലോ ഗായ്സ്, ഞാനൊരു സാധനം ചോദിച്ചിട്ട് വാങ്ങിച്ചൊന്നില്ല. എന്താ അതിന് പേരിന്റെ ആൾക്കാർ കണ്ടില്ലേ? പിന്നെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റിയൽ ആയിട്ട് ചെയ്യാൻ പോണേ. ഹലോ ഗായ്സ്, ഞാനൊരു സാധനം കാര്യം പറയട്ടെ. എനിക്കൊരു സാധനം വാങ്ങിച്ചു തരോ? എന്തൂട്ടാ? പാലേജി. എനിക്കത് വേണം. മതിയാ?
സന്തോഷമായ സന്തോഷമായി. കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഇവരുടെ റീൽസിലാണ് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞ ഒരു ടച്ച് കാരണം എന്നുവെച്ചാല് ഒരുപാട് പേര് ഈ സാധനം കാണിച്ച് ഞങ്ങൾക്ക് ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചിലവർ നമുക്ക് നെഗറ്റീവ് ഇടും, എന്താ ഇവിടെ കാണിച്ചു കൂടുന്നത്. പക്ഷെ ഹാപ്പിനെസ് നമുക്ക് വലുത് അല്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് ഹാപ്പി. പിന്നെ ഞാൻ അത് ഇടയ്ക്കിടെ കണ്ട് ചിരിക്കാറുണ്ട്. മതി 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 പൊളി. இனிய பொன் நிலாவே பொன் நிலவில் என் கனாவே என் இனிய பொன் நிலாவே பொன் நிலவில் என் கனாவே நினைவிலே புது சுகம் தருததா தொடருதே தினம் தினம் தருததா என் இனிய பொன் நிலாவே பொன் நிலவில் என் கனாவே ததததா. അപ്പോൾ തൃശ്ശൂരിന്ന് അടിപൊളിയായിട്ട് എനിക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന്, അതുപോലെ നീതുകുട്ടി അല്ലേ, നീതുകുട്ടീനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മുടെ മല്ലൂർ റാപ്പർ ആൻഡ് ടീം അല്ലേ, അങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ വല്ല പേരില്ല. അപ്പോൾ ഇവർക്ക് എനിക്ക് ആകെ ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണമാണ്. അപ്പം ഞങ്ങളുടെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലോഞ്ച് ചെയ്ത് 2-3 സാധനങ്ങളൊക്കെയും കഴിപ്പിച്ച് വയറ് നിറപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പോൾ വായോ നിഹാന്റെ വായോ, നമുക്ക് ഇവരെ പൊറോട്ട ദം പൊറോട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ഐറ്റം ഉണ്ട് സ്കൂളിലൊക്കെ പോലെ. ദമ്മ് പൊട്ടിക്കാം ആദ്യം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി ഒരു പിച്ച് പറിച്ചോളൂ. ഇങ്ങോട്ട് വായോ. ഇല്ലടാ, ഇതൊക്കെ ഇച്ചിരി അവിടെ കഴിക്കേണ്ടതാണ്. ലൈറ്റ് കാട്ടിലെ മേലിന് തൊട്ടാ ചെയ്യാം. ഇതിനകത്ത് ആക്ച്വലി ഒരു 4 ലെയർ പൊറോട്ട, ബീഫ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, കാടമുട്ട പുഴുങ്ങിയത്, ബുൾസൈ ഫ്രൈ, ബീഫ് ഫ്രൈ എല്ലാം ഉണ്ട്. അതെ, അതാ പറയാം. നമ്മളെങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റ് എല്ലാം കൊടുക്കാൻ പറ്റിയ ഒറ്റ ഡിഷേ ഉള്ളൂ, എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒറ്റ ഡിഷ് ഇതാണ്. അപ്പോൾ സെർവ് ചെയ്തേക്കോ. ഇത് കൊള്ളാം കേട്ടോ. പാലച്ചീര ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ടേസ്റ്റ് ചെയ്ത്. നൈസായിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്, ഇച്ചിരി മധുരമുണ്ട്. ഇതിന്റെ പേരെന്ന് പറയും അത് മാത്രം മതി. ഇത് നല്ല എരിവാട്ടോ, കാരണം കാന്താരിക്കപ്പയും കടൽക്കൂട്ടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണത്. എരിവുണ്ടാവും, എരിവ് പ്രതീക്ഷിക്കും. ഒരു മുഖ കഴിഞ്ഞോ? കടൽക്കൂട്ടില് നമ്മുടെ ചെമ്മീൻ, മീൻ, കൂന്തല് എല്ലാം ശിവതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. അതിപ്പോ ഏറ്റവും പുതിയ സ്പെഷ്യൽ അത്. അതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കാൻ നമുക്ക് ബീഫ് ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ സത്യം പറഞ്ഞാൽ കഴിയിട്ട് വരെ കഴിക്കണം. അതാ നല്ലത്, അത് മിക്സ് ചെയ്ത് കഴിക്കണം. ആയിരിക്കും ഒന്നും കൂടി നല്ലത്. ഇതിനെപ്പറ്റി 2 വാക്ക് പറഞ്ഞു. ഇതിനെപ്പറ്റി ഒന്ന് പറയുന്നത് പൊറോട്ട. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. ചിക്കൻ, ഫിഷ്, ബീഫ്, ഫിഷ് സോറി, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, മുട്ട, കാടമുട്ട, ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ട് കേട്ടോ. പഠിച്ചു, അതെ, പഠിച്ചു. ഇനി ഫുഡ് ബ്ലോഗിംഗ് ആണ്. ഇനി ഫുഡ് ബ്ലോഗിംഗ് ആണ്. ഇത് ശരിക്കും ഇങ്ങനെ ഇട്ടിട്ട് നമ്മളെല്ലാരും കൂടെ പിടിച്ച് പിടിച്ച് കഴിക്കുക, അതാണ് ഇതിന്റെ ഒരു നിയമം. മറക്കില്ല. എന്റെ വീട്ടിൽ ആന്റി അടുത്തോട്ടം ചോറ് തരാട്ടോ. വേണ്ടാന്ന് പറഞ്ഞോണ്ടല്ലേ എടുത്തേനെ. ഇത്രയും കഴിച്ചിട്ട് ഓക്കെ.
Nice to meet you. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇനി ഒരു ദിവസം ഓ യെസ് വായോ 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 ശരി കേട്ടോ മോനെ ബൈ ഇവിടെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ സോറി ശരിടാ ക്യാമറാമാന് ഇങ്ങനെ ഇരിക്കട്ടെ ശരി അപ്പൊ ഞാൻ പോയിട്ട് വരാം എന്തുകൊണ്ട് വിളിച്ചാൽ മതി കേട്ടോ ശരി ടേക്ക് ബൈ ശരി ബൈ ബൈ ഓക്കെ തീരുന്ന ബീഫ് പിന്നെ ഇതൊക്കെ തീർത്തിട്ട് വന്നിട്ടുള്ളൂട്ടാ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡ് ടീം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹെവി ആയിരുന്നു. ഭയങ്കര ഹെവി എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഇതേ കുറേയൊക്കെ ലാസ്റ്റ് പാക്ക് ചെയ്തിട്ട് അമ്മാതിരി ക്വാണ്ടിറ്റി ആയിരുന്നു. ഞങ്ങൾ ഇത്രയും പേര് ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. വിശന്ന് പറഞ്ഞായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പർ. കഴിക്കാൻ പറ്റാത്തത് മാത്രം പ്രശ്നമുള്ളൂ. കാരണം എല്ലാം കൂടി കണ്ടപ്പോൾ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് വയറ് നിറഞ്ഞു. എല്ലാം നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ് ആ കാര്യത്തിൽ അല്ലേ? നമ്മള് കണ്ടിട്ടില്ല, ഞാനിതൊന്നും കണ്ടിട്ടില്ല. കുറേ വെറൈറ്റി ഡിഷസ് ഇവര് പുതിയത് ഇറക്കിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. ഇവരെല്ലാം കാണാൻ പറ്റി, ഞങ്ങൾക്ക് ഇവരെ കാണാൻ പറ്റി. നൈസ് ടു മീറ്റ് യു ഗൈസ്. അപ്പൊ ഇവരിനി ഇവിടുന്ന് തൃശ്ശൂരുമാണ്. ഞങ്ങൾ ഇവിടെ അമ്മയുടെ ഒരു ആന്റിയുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ച് ആലപ്പുഴ പോകും. എന്തായാലും ഡേ അടിപൊളിയായിരുന്നു. ബൈ ബൈ. ഇങ്ങനത്തെ ഒരു ദിവസം ഒരിക്കലും മറക്കൂല അല്ലേ? ഓഫ് കോഴ്സ്. മതി. ഫുഡ് മാത്രമല്ല കേട്ടോ, ഭയങ്കര നല്ല ആംബിയൻസ് ഒക്കെ കിട്ടുവാണ്. ഫിഷ് ഫാമിംഗ് ഉണ്ട്. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് ഇത്. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ക്യാബിൻ പോലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരിക്കാൻ. പിന്നെ അത് ഒരു തെയ്യത്തിന്റെ ഫോട്ടോ അല്ലേ, പക്ഷെ ആക്ച്വലി ഇത് തെയ്യമല്ല, എന്തോ ഒരു ദേവിയുടെ എന്തോ ഒരു ഇതാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. പക്ഷെ നൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഗെറ്റ് ടുഗദർ ആണെങ്കിലും നമുക്ക് വരാൻ പറ്റിയൊരു സ്പോട്ടാണ്. നൈസ്, നല്ല ആംബിയൻസ് ഉണ്ട്. ഫുഡാണ് ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളി. പ്രൈവസി ഉണ്ട്, ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു നല്ല ഡേ കിട്ടി. അപ്പോൾ പോവാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.